ആ പോസ്റ്റ് സംഗീത ലക്ഷ്മണയുടെ പോസ്റ്റ് കണ്ടല്ലോ അല്ലെ? കണ്ടായിരുന്നു. ഇപ്പോ മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് പുരുഷന്മാർക്കൊപ്പം നിൽക്കുന്ന സംഘടന എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോ സ്വാഭാവികമായും ഇത്തരം ഒരു പോസ്റ്റുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യങ്ങൾ ഇപ്പൊ കളിക്കാൻ വരുമോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഒരു സ്ത്രീയോട് രാത്രി വിളിച്ചിട്ട് ഇത്തരത്തിൽ, ഈ ഒരു സ്ത്രീയോടല്ല പല സ്ത്രീകളോടും ഇത്തരത്തിലുള്ള പുരുഷന്മാരുടെ ഇടപെടലുകൾ, ഇപ്പോ ബസ്സിനകത്ത് വെച്ച് സ്വയംഭോഗം ചെയ്യുന്ന പുരുഷന്മാർ, ഇങ്ങനെയുള്ള പുരുഷന്മാരോടൊക്കെ എന്താണ് മെൻസ് അസോസിയേഷന്റെ ഒരു നിലപാട്? തീർച്ചയായിട്ടും ഇത് വളരെയധികം മോശമാണ്. കാരണം എന്ന് പറഞ്ഞാല് ഈ സംഗീത ലക്ഷ്മണന് മുൻപ് അഡ്വക്കേറ്റാണ് പുള്ളിക്കാരിയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ആവശ്യത്തിന് 1-2 വർഷത്തിന് മുമ്പ് വിളിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അവര് വേറെ പല കാര്യങ്ങളും പരസ്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഇത് അദ്ദേഹം അവരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് അത് പ്രതികരിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ പ്രതികരിച്ചു എന്ന് പറയുന്നു. വേറെ 1-2 കാര്യങ്ങളൊക്കെ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ സുഹൃത്തല്ല, സെലിബ്രിറ്റി അല്ല എന്നുള്ള രീതിയിലൊക്കെ അവർ ആ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് നല്ല രീതിയിൽ സ്ത്രീകൾ ഇതുപോലെ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. പക്ഷേ കുറച്ച് പുരുഷന്മാര് ഇതുപോലുള്ള ഒരു പരിചയവുമില്ലാതെ, ഒരു രീതിയിലും സംസാരിച്ചിട്ടില്ല, ഒരു രീതിയിലും അടുപ്പമില്ലാത്തവരോട് ഈ രീതിയിൽ വിളിച്ച് ചോദിക്കുന്നത് വളരെയധികം മോശം തന്നെയാണ്. അതിന് സംഘടന ഒരിക്കലും അവർക്ക് അനുകൂലമായിട്ട് നിൽക്കില്ല. അവരെ സമൂഹത്തിൽ എന്താ പറയാ, അവരെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത് അത് അവർ തന്നെ ചെയ്തു എന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ്. പിന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയിലുള്ള ഈ വിളിച്ച ആരാണോ അവരുടെ ഫാമിലിയിലുള്ളവരെല്ലാം ഈ നമ്പർ കാണുമല്ലോ. അപ്പോൾ ആളെ വ്യക്തമാവും. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു നാണം കെട്ട പരിപാടി തന്നെയാണ്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു പരിചയമില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത ആളോട് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുക, കളിക്കാൻ തരുമോ? ഇതിനു മുൻപേ പറഞ്ഞത് ദിയാസന ഇവിടെ പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് ഒരു പുരുഷനോട് കളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് പറയും എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെയാണ് ഇതിപ്പം എന്താ പറയാ, ദിയാസന ഒരുപക്ഷെ പറഞ്ഞത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നവരായിരിക്കാം സൂചിപ്പിച്ചത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാല് ഒരു പരിചയമില്ലാത്തവർ രണ്ടുപേര് വിളിച്ചു. പിന്നെ അത് മാത്രമല്ല, റിപ്പീറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ പോസ്റ്റ് ഇടുന്നു. ഒരാൾ വീണ്ടും വേറൊരു നമ്പറിൽ നിന്ന് വിളിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാവേണ്ടത് തന്നെയാണ്. അങ്ങനെയുള്ളവരെ ഒരിക്കലും സംഘടന ന്യായീകരിക്കില്ല. അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. സ്ത്രീകൾക്കെതിരെ രാത്രിയാവുമ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് പെൺകുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഭാഗം പെൺകുട്ടികളുണ്ട് അവരുടേതായിട്ടുള്ള എന്താ പറയാ, പയ്യന്മാരോട് വിളിച്ച് അവരെ റൂമിൽ വിളിച്ച് രാത്രി കയറ്റുന്നത് വരെ എനിക്കറിയാം. മനസ്സിലായില്ലേ? അപ്പനും അമ്മയും താഴെ താമസിക്കുമ്പോ മേളത്തെ നിലയും എന്താ പറയാ, കോവണി വെച്ചൊക്കെ കയറ്റി, ഏണി വെച്ചൊക്കെ കയറ്റി പയ്യന്മാരെ വീടിനകത്ത് നിർത്തി കയറ്റുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇതുപോലുള്ള പെൺകുട്ടികളും ഉണ്ട്. പക്ഷെ ഇതുപോലുള്ള പുരുഷന്മാര്, ആണുങ്ങൾ ഇതുപോലെ ചെയ്യുന്ന നാറിയ കളി തന്നെയാണ്. ഇവന്മാരാണ് നമ്മൾ പാവാടകൾ എന്ന് പറയുന്നത്. സ്ത്രീകളെ സോപ്പിട്ട് രാത്രികാലങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ച്, ഇൻബോക്സിൽ മെസ്സേജ് അയച്ച് അങ്ങനെ ഒത്തിരി നാറിയ കളി കളിക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള നടപടിയല്ല. ഇതിലിപ്പോ സംഗീത ലക്ഷ്മണ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ, ഞാൻ പ്രതിപക്ഷ നേതാവിന്റെ നാട്ടുകാരിയല്ല, സുഹൃത്തല്ല, CPM നേതാവിന്റെ മകളല്ല, ഭാര്യയല്ല, സിനിമയില്ലാത്ത സിനിമാ നടിയല്ല, വൈറലാവാൻ വേണ്ടി നടക്കുന്ന യൂട്യൂബറും അല്ല. ഇങ്ങനെയാണ് അവർ കൃത്യമായി. കാരണം ഈ ഒരു കാറ്റഗറിയിൽ പെട്ടവർക്ക് മാത്രമേ ഒരു പരാതി കൊടുത്താൽ നീതി കിട്ടൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള, ഷാഫി അടക്കമുള്ള പുരുഷന്മാർക്കെതിരെ ഒരു കാര്യം വന്നാൽ മെൻസ് അസോസിയേഷൻ ഉണ്ട്. പക്ഷെ സ്ത്രീകൾക്കെതിരെ ഇത്തരം ഒരു പ്രശ്നം വന്നാൽ, ഇപ്പൊ പ്രത്യേകിച്ച് സംഗീത ലക്ഷ്മണനെ പോലെ കാര്യങ്ങൾ വ്യക്തമായി വെട്ടിത്തുറന്ന് പറയുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു പ്രശ്നം വന്നാൽ അതിനെ ഏറ്റെടുക്കാൻ ആളുകളില്ല. ഇത് ചോദിച്ചതൊരു ചെറിയ കാര്യമല്ല. ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഒരു കളി തരാമോ എന്നൊക്കെ ചോദിക്കുന്നത് അതൊക്കെ വളരെ ഞരമ്പ് രോഗികളല്ല. അതിനും താഴെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പേര് വിളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വിളിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ഈ മെൻസ് അസോസിയേഷനെ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു കാര്യം, ഈ അങ്ങനെ എന്തോ ആണ് ആ പയ്യന്റെ പേര്, എനിക്ക് ആ പയ്യന്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ബസ്സിൽ വെച്ച് ലൈംഗികമായി ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ ഒരാളെ നിങ്ങൾ മാലയിട്ടൊക്കെ സ്വീകരിച്ചു എന്ന് പറയുന്നു. സവാദ് എന്താണ് അതിൽ അത്തരം കാര്യങ്ങളിലേക്ക് എന്തിനാണ് മെൻസ് അസോസിയേഷൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? എന്തിനാണ്? ഞാൻ ആദ്യം ഈ പറഞ്ഞ സംഗീത ലക്ഷ്മണനെ വിളിച്ച കേസ് എനിക്ക് തോന്നുന്നത് ഇവരോട് ഇവര് മുൻപിട്ട ഏതെങ്കിലും പോസ്റ്റോ, പുള്ളിക്കാരി നിരന്തരം പോസ്റ്റുകളും മറ്റുള്ള വീഡിയോ ഒക്കെ ഇടുന്ന ഒരാളാണ്. അപ്പോ ഏതെങ്കിലും രീതിയിൽ അവരോട് വൈരാഗ്യം തോന്നിയവരായിരിക്കാം യഥാർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞതെന്നാണ് തോന്നുന്നത്.
കാരണം ഈ ഒരു രീതിയിൽ എന്തോ മുൻപ് അവരുടെ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതൊക്കെ കണ്ടിട്ട് വിളിച്ചതായിരിക്കാമെന്നാണ് തോന്നുന്നത്. അതൊരു കുറച്ച് വൈരാഗ്യബുദ്ധിയോട് കൂടി ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പിന്നെ അതിൽ വേറെ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിന്റെ സുഹൃത്തല്ല, പിന്നെ CPM നേതാവല്ല, CPM അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വൈറലാവാൻ വേണ്ടി ചില സ്ത്രീകൾ നാറിയ കളി കളിക്കുന്നു. ഈ നാറിയ കളിയെ അവർ വിമർശിക്കുകയാണ്. അവർക്ക് അതിനോട് താല്പര്യമില്ല. അത് നല്ലൊരു കാര്യമാണ്. സംഗീതലക്ഷ്മൺ സൂചിപ്പിച്ചിരിക്കുന്ന അത് നമ്മൾ വായിക്കുമ്പോൾ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, റിനിയെ പോലുള്ള നാണം കെട്ട നാറിയ പരിപാടി കാണിക്കുവാൻ വേണ്ടി എനിക്ക് താല്പര്യമില്ല. കാരണം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമേ നമ്മുടെ നിയമ സംവിധാനങ്ങൾ, സൈബർ സെല്ലായാലും പോലീസ് സ്റ്റേഷനായാലും രാഷ്ട്രീയക്കാരായാലും അത് ഇടപെടത്തുള്ളൂ, കേസെടുക്കത്തുള്ളൂ. അപ്പൊ ഇവരൊരു കേസ് കൊണ്ട് കൊടുത്താൽ തന്നെ ആ കേസ് ഒരിടത്ത് എത്തില്ല എന്നുള്ളത് സംഗീതലക്ഷ്മിക്ക് നല്ലതുപോലെ അറിയാം. മനസ്സിലാവില്ലേ? അപ്പൊ അതുകൊണ്ട് അവർ അത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കൂടെ നീതി കിട്ടുന്നില്ല. എത്രയോ സ്ത്രീകൾ എന്നെ വിളിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇന്ന റൂട്ടിൽ കൂടി നിങ്ങൾ പോയാൽ മതി, നിങ്ങൾക്ക് വിജയം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് സാധാരണ സ്ത്രീകൾക്ക് ഇവിടെ നീതി ഇല്ല എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അല്ലാതെ ഇതുപോലുള്ള റിനിയെ പോലുള്ള ഫേമസ് ആവാൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നവർക്ക് എവിടെയും കിട്ടും. സൈബർ സെല്ലിൽ കേസെടുക്കും. പിന്നെ മുഖ്യമന്ത്രി ഉടനെ വിളിക്കും. കാര്യം മുഖ്യമന്ത്രി വിളിച്ച് ഏത് കേസാ? നമ്മുടെ ഹണി റോസിന്റെ വിഷയമായിട്ട് വന്നപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചിരിക്കുക. ഇവിടെ 100,000 കേസുകൾ സാധാരണക്കാരുടെ പ്രശ്നം കിടക്കുമ്പോൾ ഹണി റോസിനെ വിളിച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി വിളിച്ചു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഞെട്ടിപ്പോയി. മനസ്സിലായില്ലേ? നാറിയ ഈ കേസുകൾക്ക് വേണ്ടി പോട്ടെ. അപ്പൊ അടുത്ത് പറഞ്ഞത് സവാദിന്റെ വിഷയമാണ്. സവാദിന്റെ വിഷയത്തിൽ എന്തുകൊണ്ട് ഇടപെട്ടു എന്ന് ചോദിച്ചാൽ, ഒരു യുവാവിന്റെ വീഡിയോ എടുത്ത്, ആ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഇല്ല. ഒന്ന്, ഈ മസ്താനി എന്ന ഇൻസ്റ്റാഗ്രാം ഐഡിയും പറഞ്ഞു വന്ന നന്ദിത ചെയ്തതെന്ന് പറഞ്ഞാല് ആ വീഡിയോയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഒരു വലിയൊരു കയ്യാക്ഷനൊക്കെ കാണിച്ചു. ആ കയ്യാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വയംഭോഗം ചെയ്യുന്ന കയ്യാക്ഷനൊക്കെ കാണിച്ച് അത് വല്ലാത്തൊരു രീതിയിലാണ് കാണിച്ചത്. ഒരു യുവാവിനെതിരെ ആ വീഡിയോ ഇട്ട് പബ്ലിസിറ്റിയാക്കി ഭയങ്കരമായിട്ട് ഫേമസ് ആവാൻ വന്നിരിക്കുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ, 1-2 ദിവസമൊക്കെ നമ്മൾ അത് അവളുടെ ഭാഗത്ത് ശരി ഉണ്ടാവാം എന്ന് കരുതി. പിന്നീട് നോക്കിയപ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയപ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 പേര് നാട്ടിൽ അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങൾ വളരെ വലുതാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുരുഷന്മാരെ ഉപയോഗിച്ചാൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക, പോലീസിന് കംപ്ലൈന്റ് കൊടുത്ത് അവിടെ ഏൽപ്പിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ നേരെ കൊണ്ടുവന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിയും പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ പുരുഷന്മാരെ തേജോവധം ചെയ്യുവാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലായിടത്തും പൊതുവെ പറയുന്ന ഒരു വാക്കാണ്, നിനക്കൊക്കെ അമ്മയും പെങ്ങളും ഇല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാറുണ്ടല്ലോ. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇവർക്ക് അച്ഛനും ആങ്ങളെയും സുഹൃത്തൊന്നും ഇല്ലേ? പുരുഷ സുഹൃത്തൊന്നും ഇല്ലേ? അപ്പൊ എല്ലാവർക്കും ഇതെല്ലാം ഉണ്ട്. അപ്പോ അങ്ങനെ ആയിരിക്കുമ്പോൾ പുരുഷന്മാരെ തേജോവധം ചെയ്യുന്നത് അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. ആ കേസോട് കൂടിയിട്ട് ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ ഇപ്പൊ പ്രത്യേകിച്ച് ഭൂരിഭാഗം പെൺകുട്ടികളും യൂട്യൂബർമാരാണ്. അപ്പോൾ വീഡിയോകൾ ചെയ്തിരുന്നവരാണ്. അവരുടെ വീഡിയോകൾ ഒരിടത്തും എത്തിയില്ല എങ്കിൽ അവർ കണ്ടുപിടിക്കുന്ന ഒരു മാർഗമാണ് ഏതെങ്കിലും ഒരു പുരുഷനെ പിടിക്കുക, വലയിൽ കൊണ്ട് വീഴ്ത്തുക, അല്ലെങ്കിൽ ബസ്സിൽ കയറുമ്പോൾ അവന്റെ അടുത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ അവളുടെ അടുത്ത് കഷ്ടകാലത്തിൽ വന്നിരിക്കുകയാണെങ്കിൽ അവനെ ഏതെങ്കിലും രീതിയിൽ തട്ടിമുക്കി ഇളക്കി വിട്ടിട്ട് അവൻ എന്തെങ്കിലും നോക്കി. ഇതായിപ്പോ ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യനെ അയാൾ നോക്കുന്നതായിട്ട്, അയാളത് യഥാർത്ഥത്തിൽ നോക്കുന്നത് ഈ പെൺകുട്ടി മൊബൈൽ എടുത്ത് ഫ്രണ്ട് ക്യാമറ ഇട്ടപ്പോ ആ മൊബൈലിലാണ് നോക്കുന്നത്. അതിന് ബ്ലൗസിന്റെ അകത്തുകൂടി നോക്കുന്നു എന്നുള്ള രീതിയിലാക്കി. ആ രീതിയിലാക്കിയിട്ടാണ് ആ വീഡിയോ മൊത്തം ഇറങ്ങിയത്. അത് കുറച്ചു പേർക്ക് മനസ്സിലായി. ബഹുഭൂരിപക്ഷം പേരും അയാളെ തെറിയും വിളിച്ചു. തെറി വിളിക്കുന്ന മാത്രമല്ല, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ടാവും, ചെറുമക്കളുണ്ടാവും. ഇവരെല്ലാവരും ഇത് കാണുകയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. ആ മനുഷ്യൻ ഈ സമൂഹത്തിൽ ജീവിക്കണ്ടേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? നിസ്സാരം ഒരു കാര്യമാണ്. അതിനെ ഒന്ന് പറഞ്ഞു തിരുത്താൻ നോക്കുക. ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളും ധരിച്ച്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താ പറയാ ഇറക്കം കുറഞ്ഞ വസ്ത്രവും, അല്ലെങ്കിൽ അതേ രീതിയിൽ പുരുഷന്മാരെ വശീകരിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇറങ്ങുന്നത് ഇവർ നോക്കാനാണല്ലോ. നോക്കാനല്ലെങ്കിൽ ഇതൊക്കെ വീട്ടിൽ തന്നെ ഇട്ടാ പോരെ, അത് മതിയല്ലോ. അപ്പൊ ഇത് ഇട്ടുകൊണ്ട് പബ്ലിക്കിൽ ഇറങ്ങി വരുന്നത് പുരുഷന്മാർ നോക്കാൻ തന്നെയാണ്. അപ്പൊ ആ നോക്കുമ്പോൾ അതിനെതിരെ ഉടനെ വീഡിയോ എടുത്തിട്ട്
അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഞാനൊരു നിഷ്കളങ്കയാണ്, ഞാനൊരു നല്ല പെൺകുട്ടിയാണെന്ന് ഒരു നിമിഷം കൊണ്ടങ്ങ് പുണ്യവതി ആവാമെന്ന് വിചാരിച്ചാൽ അത് ഈ സംഘടന സമ്മതിക്കില്ല. അതാണ് സവാദ് വിഷയത്തിലും ചെയ്തത്. സവാദ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? കോടതി ശിക്ഷിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നോക്കുക. അല്ലാതെ വന്നിരുന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും അത് ഇനിയായാലും ശരി, എത്ര കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളായാലും ശരി, അയാൾ പ്രതി എന്ന് പറയുന്നത് കോടതിയാണ്. കോടതി എപ്പോ പറയുന്നു അപ്പൊ മാത്രം അദ്ദേഹം പ്രതി. അതുവരെ അദ്ദേഹം പ്രതിയല്ല, ആരോപിതൻ, അത്രേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. നമുക്കും അച്ഛനുണ്ട്, സഹോദരങ്ങളുണ്ട്, പുരുഷ സുഹൃത്തുക്കളുണ്ട് എന്ന് എല്ലാ പെൺകുട്ടികളും മനസ്സിലാക്കുക. അല്ലാതെ ഇവരുടെയൊക്കെ മുൻപില് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരിക്കാം. ഈ പറഞ്ഞ ഒരു ചേട്ടന്റെ വീഡിയോ എടുത്തിട്ട് ആ പെൺകുട്ടിയുടെ പിന്നീട് നോക്കിയപ്പോൾ അവളുടെ വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വസ്ത്രമേ ഇല്ല. അത് തന്നെയാണ് മറ്റേ മസ്താനിയുടെ, നന്ദിതയുടെ കേസ്. അപ്പൊ ഇങ്ങനെയുള്ളവർ എന്തെങ്കിലുമൊക്കെ ഫേമസ് ആവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനെ നമ്മൾ കൃത്യമായിട്ടും അതിനെ പൊളിച്ചടുക്കും. അത് സവാദ് വിഷയത്തോട് കൂടിയിട്ട് കേരളത്തിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. അതിനിയും കുറച്ചുകൂടിയൊക്കെ ഇപ്പൊ ഈ റിനിയെ പോലുള്ള അപൂർവം ചിലര് നല്ല കാശ് വാങ്ങിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ പോലുള്ളവർ ഏതെങ്കിലും രീതിയിലൊക്കെ മൗനസമ്മതം കൊടുത്തിട്ടായിരിക്കാം ഇങ്ങനെയുള്ളതൊക്കെ വരുന്നത്. അതിന് ഞങ്ങൾ പൊളിച്ചെടുക്കും, യാതൊരു മാറ്റമില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, ഇപ്പൊ അയാൾ പ്രതിയാണെങ്കിൽ പോലും, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ സമൂഹത്തിൽ ഒരാളിനെ തേജോവധം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടിക്കെതിരെ എന്തുമാത്രം കാര്യങ്ങളുണ്ടാവും. പോക്സോ കേസുകൾ എടുക്കേണ്ട വകുപ്പുകളുണ്ടാവും. കാര്യം മിക്കവാറും പെൺകുട്ടികൾ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളെ, കുഞ്ഞു ആൺകുട്ടികളെ 18 വയസ്സ് തികയാത്തവരെ ഉപയോഗിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അത് നമ്മളെന്താ കാണാതെ പോകുന്നത്? അത് ഒരു പുറത്ത് പബ്ലിക്കിലായാൽ പോലും ഒരു 10 പേര് അറിഞ്ഞാൽ പോലും ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ തിരക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമായിരിക്കും. പോക്സോ കേസിൽ പോകേണ്ട ആൾക്കാരായിരിക്കും.